ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഗസ്റ്റൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഇതിലേക്ക് കസ്റ്റാർഡ് പൗഡറിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഞാനിവിടെ കുറച്ചധികം വെള്ളം ഒന്ന് തിളയ്ക്കാനായിട്ട് വെച്ചിട്ട് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഒരു 1/4 കപ്പ് ചവ്വരി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ ചവ്വരിയാണ്. അതാകുമ്പോൾ കാണാൻ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി ഒരരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് അധികം വെള്ളം ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ചവ്വരിയിലുള്ള പശപ്പൊക്കെ ഒന്ന് പോകാനായിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് തണുത്ത വെള്ളത്തിൽ കഴുകുന്നുണ്ട്. ഇതിനി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു വലിയ മാങ്ങ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത മാങ്ങ തന്നെ എടുക്കുക. എന്നിട്ട് അത് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർക്കുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് കുറച്ചുകൂടി ലാസ്റ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും മധുരം അനുസരിച്ചിട്ട് ഇതിലേക്ക് പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കും ഒക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് അരഞ്ഞു വരാൻ പാകത്തിന് പാല് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ നേരെ പാല് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് തിളപ്പിച്ചാറിയ പാല് യൂസ് ചെയ്യാം. നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുള്ള ആ ഒരു ജ്യൂസ് ഈ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നല്ല തിക്കായിട്ടാണുള്ളത്. നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചവ്വരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചവ്വരിയിലേക്ക് കുറച്ച് പാല് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര ചവ്വരിയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി കട്ട് ചെയ്തിട്ടുള്ള ഫ്രൂട്ട്സാണ് ചേർക്കുന്നത്. ഞാനിവിടെ മുന്തിരിയും ആപ്പിളും കുറച്ച് മാങ്ങായോടാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഏത് ഫ്രൂട്ട്സൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ആപ്പിൾ മാത്രം ചേർത്ത് കൊടുത്താലും മതി. ഒരു 1-2 ടേബിൾ സ്പൂൺ കൂടി കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സ്, ഞാനിവിടെ ആൽമണ്ടും കാഷ്യൂനട്ടുമാണ് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കാഷ്യൂനട്ടോ അല്ലെങ്കിൽ പീനട്ടോ ഏതായാലും മതി. നിങ്ങളുടെ അടുത്തുള്ള നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല തിക്കായിട്ടാണുള്ളത്. നമ്മൾ കസ്റ്റാർഡൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു തിക്നെസ്സിലാണുള്ളത്. ഇതിലേക്ക് കസ്കസ് കുറച്ച് കുതിർത്തിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ചിയാ സീഡാണ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂണൊക്കെ ചേർത്തിട്ടുണ്ട്. ഐസ് ക്യൂബ് കൂടി ഇട്ട് കൊടുക്കാം. ഐസ് ക്യൂബ് ഇട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഈ ഒരു ജ്യൂസൊക്കെ ഒന്ന് ലൂസായി വരും. അപ്പോൾ അതനുസരിച്ചിട്ട് പാല് ചേർത്ത് കൊടുത്താൽ മതി. ഇത് കുറച്ച് തണുപ്പോടു കൂടി കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ കുറച്ച് പാൽ കൂടി ചേർത്തിട്ട് ഞാൻ നല്ലപോലെ അങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തതോ നട്ട്സൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തുകൂടി എടുക്കാം. ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാൻ നല്ല ഈസിയാണ്. ഇത് കഴിക്കാനാണെങ്കിലും അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വയറൊക്കെ ഫില്ലായി കിട്ടുന്ന ഒരു ഡ്രിങ്ക് കൂടിയാണ്. അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാതെ കണ്ടവരാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്